യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 19. മിസ്രൈമിനെ കുറിച്ചുള്ള പ്രവാചകം. യഹോവ വേഗതയുള്ള ഒരു മേഘത്തെ വാഹനമാക്കി മിസ്രൈമിലേക്ക് വരുന്നു. അപ്പോൾ മിസ്രൈമിലെ മിഥ്യാമൂർത്തികൾ അവന്റെ സന്നിധിയിങ്കൽ നടുങ്ങുകയും മിസ്രൈമിന്റെ ഹൃദയം അവന്റെ ഉള്ളിൽ ഉരുകുകയും ചെയ്യും. ഞാൻ മിസ്രൈമ്യരോട് കലഹിപ്പിക്കും. അവർ ഓരോരുത്തൻ താന്താന്റെ സഹോദരനോടും ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോടും പട്ടണത്തോടും രാജ്യത്തോടും യുദ്ധം ചെയ്യും. മിസ്രൈമിന്റെ ചൈതന്യം അതിൻ്റെ ഉള്ളിൽ ഒഴിഞ്ഞുപോകും. ഞാൻ അതിൻ്റെ ആലോചനയെ നശിപ്പിക്കും. അപ്പോൾ അവർ മിഥ്യാമൂർത്തികളോടും മന്ത്രവാദികളോടും വെളിച്ചപ്പാടന്മാരോടും ലക്ഷണം പറയുന്നവരോടും അരുളപ്പാട് ചോദിക്കും. ഞാൻ മിസ്രൈമ്യരെ ഒരു ക്രൂര യജമാനന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഉഗ്രനായ ഒരു രാജാവ് അവരെ ഭരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് അരുളിച്ചെയ്യുന്നു. സമുദ്രത്തിൽ വെള്ളമില്ലാതെയാകും, നദി വറ്റി ഉണങ്ങിപ്പോകും, നദികൾക്ക് നാറ്റം പിടിക്കും. മിസ്രൈമിലെ തോടുകൾ വറ്റി ഉണങ്ങും, ഞാങ്ങണയും വേഴവും വാടിപ്പോകും. നദിക്കരികെയും നദീതീരത്തുമുള്ള പുൽപ്പുറങ്ങളും നദീതീരത്ത് വിതച്ചതൊക്കെയും ഉണങ്ങി പറന്ന് ഇല്ലാതെ പോകും. മീൻ പിടിക്കുന്നവർ വിലപിക്കും, നദിയിൽ ചൂണ്ടലിടുന്നവരൊക്കെയും ദുഃഖിക്കും. വെള്ളത്തിൽ വല വീശുന്നവർ വിഷാദിക്കും. ചീകി വെടിപ്പാക്കിയ ചണം കൊണ്ട് വേല ചെയ്യുന്നവരും വെള്ളത്തുണി നെയ്യുന്നവരും ലജ്ജിച്ചു പോകും. രാജ്യത്തിൻ്റെ തൂണുകളായിരിക്കുന്നവർ തകർന്നു പോകും. കൂലിവേലക്കാർ മനോവ്യസനത്തോടെ ഇരിക്കും. സോവനിലെ പ്രഭുക്കന്മാർ കേവലം ഭോഷന്മാരത്രേ. ഫറവോന്റെ ജ്ഞാനമേറിയ മന്ത്രിമാരുടെ ആലോചന ഭോഷത്വമായി തീർന്നിരിക്കുന്നു. ഞാൻ ജ്ഞാനികളുടെ മകൻ, പുരാതന രാജാക്കന്മാരുടെ മകൻ എന്നിപ്രകാരം നിങ്ങൾ ഫറവോനോട് പറയുന്നത് എങ്ങനെ? നിന്റെ ജ്ഞാനികൾ എവിടെ? അവർ ഇപ്പോൾ നിനക്ക് പറഞ്ഞു തരട്ടെ. സൈന്യങ്ങളുടെ യഹോവ മിസ്രൈമിനെ കുറിച്ച് നിർണയിച്ചത് അവർ എന്തെന്ന് ഗ്രഹിക്കട്ടെ. സോവനിലെ പ്രഭുക്കന്മാർ ഭോഷന്മാരായി തീർന്നിരിക്കുന്നു. നോഫിലെ പ്രഭുക്കന്മാർ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. മിസ്രൈമിലെ ഗോത്രങ്ങളുടെ മൂലക്കല്ലായിരിക്കുന്നവർ അതിനെ തെറ്റിച്ചു കളഞ്ഞു. യഹോവ അതിൻ്റെ നടുവിൽ മനോവിഭ്രമം പകർന്നു. ലഹരി പിടിച്ചവൻ തൻ്റെ ഛർദിയിൽ ചാഞ്ചാടി നടക്കുന്നത് പോലെ അവർ മിസ്രൈമിനെ അതിൻ്റെ സകല പ്രവൃത്തിയിലും തെറ്റി നടക്കുമാറാക്കിയിരിക്കുന്നു. തലയോ വാലോ പനമ്പട്ടയോ പോട്ടപ്പുല്ലോ നിർവഹിക്കേണ്ടുന്ന ഒരു പ്രവൃത്തിയും മിസ്രൈമിന് ഉണ്ടായിരിക്കുകയില്ല. അന്നാളിൽ മിസ്രൈമ്യർ സ്ത്രീകൾക്ക് തുല്യരായിരിക്കും. സൈന്യങ്ങളുടെ യഹോവ അവരുടെ നേരെ കൈ ഓങ്ങുന്നത് നിമിത്തം അവർ പേടിച്ചു വിറയ്ക്കും. യഹൂദാദേശം മിസ്രൈമിന് ഭയങ്കരമായിരിക്കും. അതിൻ്റെ പേർ പറഞ്ഞു കേൾക്കുന്നവരൊക്കെയും സൈന്യങ്ങളുടെ യഹോവ അതിന് വിരോധമായി നിർണയിച്ച നിർണയം നിമിത്തം ഭയപ്പെടും. അന്നാളിൽ മിസ്രൈം ദേശത്തുള്ള 5 പട്ടണങ്ങൾ കനാൻ ഭാഷ സംസാരിച്ച് സൈന്യങ്ങളുടെ യഹോവയോട് സത്യം ചെയ്യും. ഒന്നിന് സൂര്യനഗരം എന്ന് പേർ വിളിക്കപ്പെടും. അന്നാളിൽ മിസ്രൈം ദേശത്തിന്റെ നടുവിൽ യഹോവയ്ക്കൊരു യാഗപീഠവും അതിൻ്റെ അതിർത്തിയിൽ യഹോവയ്ക്കൊരു തൂണും ഉണ്ടായിരിക്കും. അത് മിസ്രൈം ദേശത്ത് സൈന്യങ്ങളുടെ യഹോവയ്ക്ക് ഒരു അടയാളവും ഒരു സാക്ഷ്യവുമായിരിക്കും. പീഡകന്മാർ നിമിത്തം അവർ യഹോവയോട് നിലവിളിക്കും. അവൻ അവർക്ക് ഒരു രക്ഷകനെ അയക്കും. അവൻ പൊരുതി അവരെ വിടുവിക്കും. അങ്ങനെ യഹോവ മിസ്രൈമിന് തന്നെ വെളിപ്പെടുത്തുകയും മിസ്രൈമ്യർ അന്ന് യഹോവയെ അറിഞ്ഞ് യാഗവും വഴിപാടും കഴിക്കുകയും യഹോവയ്ക്കൊരു നേർച്ച നേർന്ന് അതിനെ നിവർത്തിക്കുകയും ചെയ്യും. യഹോവ മിസ്രൈമിനെ അടിക്കും. അടിച്ചിട്ട് അവൻ വീണ്ടും അവരെ സൗഖ്യമാക്കും. അവർ യഹോവയെങ്കിലേക്ക് തിരികെയും അവൻ അവരുടെ പ്രാർത്ഥന കേട്ട് അവരെ സൗഖ്യമാക്കുകയും ചെയ്യും. അന്നാളിൽ മിസ്രൈമിൽ നിന്ന് അശൂരിലേക്ക് ഒരു പെരുവഴി ഉണ്ടാകും. അശൂര്യർ മിസ്രൈമിലേക്കും മിസ്രൈമ്യർ അശൂരിലേക്കും ചെല്ലും. മിസ്രൈമ്യർ അശൂരിനോടുകൂടെ ആരാധന കഴിക്കും. അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായി മിസ്രൈമിനോടും അശൂരിനോടും കൂടെ മൂന്നാമതായിരിക്കും. സൈന്യങ്ങളുടെ യഹോവ അവരെ അനുഗ്രഹിച്ച് എൻ്റെ ജനമായ മിസ്രൈമും എൻ്റെ കൈകളുടെ പ്രവൃത്തിയായ അശൂരും എൻ്റെ അവകാശമായ ഇസ്രായേലും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് അരുളിച്ചെയ്യും.